ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫോറിൻ കോർപ്പറേഷൻ ആണ്. ഇതിൽ ഇസ്രായേലും കാനഡയുമാണ്. ഇന്ന് ക്ലാസ് നന്നായി കേട്ട ശേഷം ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻ കൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫോറിൻ കോർപ്പറേഷൻ ഫസ്റ്റ് നമ്മൾ ഇസ്രായേലാണ് പഠിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കാം. കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ 1920-ലാണ് ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഇസ്രായേലിന്റെ പേര് പാലസ്തീൻ എന്നായിരുന്നു. ഫസ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന്റെ പേര് പാലസ്തീൻ ആയിരുന്നു. ഏത് വർഷമാണ്? 1920-ലാണ്. ഇസ്രായേൽ ഫോംഡ് ഇൻ മെയ് 1948-ലാണ് ഇസ്രായേൽ എന്ന പേര് രൂപം കൊണ്ടത്. അഗ്രികൾച്ചർ ഫാമിംഗ് ഇൻ ഇസ്രായേൽ ഈസ് കാൾഡ് റൊമൻസ് ഓഫ് കോപ്പറേഷൻ. റൊമൻസ് ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇസ്രായേലിലെ അഗ്രികൾച്ചർ ഫാമിങ്ങിനെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതുമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് സെറ്റിൽമെന്റ് ഇൻ ഇസ്രായേൽ ഏതാണ്? കുഡ്സയാണ്. കമ്മ്യൂണിസ്റ്റ് സെറ്റിൽമെന്റ് ഇൻ ഇസ്രായേൽ കുഡ്സ. അടുത്ത് കുഡ്സ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജോർദാൻ വാലി. ജോർദാൻ വാലിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത് കളക്റ്റീവ് സെറ്റിൽമെന്റ് ഓഫ് ഇസ്രായേൽ ഈസ് കാൾഡ് കിബുട്സ്. കളക്റ്റീവ് സെറ്റിൽമെന്റ്, ഇസ്രായേലിലെ കളക്റ്റീവ് സെറ്റിൽമെന്റിനെ അറിയപ്പെടുന്നത് കിബുട്സ് എന്നാണ്. കിബുട്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബില്ലു മൂവ്മെന്റ് ഇൻ 1878. അടുത്തത് ഏർലിയസ്റ്റ് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ സെറ്റിൽമെന്റ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. പ്രൈവറ്റ് സെറ്റിൽമെന്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നതും രണ്ടും മൊഷോവാണ്. ഇത് എക്സാമിന് പലതരത്തിൽ ചോദിക്കാറുണ്ട്. ഏർലിയസ്റ്റ് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ സെറ്റിൽമെന്റ് എന്നും പ്രൈവറ്റ് സെറ്റിൽമെന്റ് എന്നും ഇസ്രായേൽ എന്ന് ചോദിച്ചാലും ആൻസർ മൊഷോവാണ്. അടുത്തത് കളക്റ്റീവ് ഫാമിംഗ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്ന് രണ്ട് തരത്തിൽ ചോദിച്ചാലും ആൻസർ മൊഷോവിടമാണ്. ഇത് എക്സാമിന് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മിക്സഡ് കളക്റ്റീവ് സെറ്റിൽമെന്റ്. മിക്സഡ് കളക്റ്റീവ് സെറ്റിൽമെന്റ് ഏതാണ്? മൊഷോവ് ഷിറ്റൂബി. മുഷ്ഹാബ് ഷിറ്റൂബിയാണ് മിക്സഡ് കളക്റ്റീവ് സെറ്റിൽമെന്റ്. കളക്റ്റീവ് ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മൊഷോവ് ഒവിടമാണ്. ഇതെല്ലാം കൂടി തെറ്റിപ്പോകരുത്. അടുത്ത കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? മൊഷോവ് ഒവിടം. രണ്ടെണ്ണം ആൻസർ ഒന്നാണ്. കളക്റ്റീവ് ഫാമിങ്ങും കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അസോസിയേഷൻ എന്ന് ചോദിച്ചാൽ മൊഷോ ഒവിടം. അടുത്ത് മൊഷാബ് ഷിറ്റൂബി എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സഡ് കളക്റ്റീവ് സെറ്റിൽമെന്റ് ആണ്. നാഷണൽ ലെവൽ ട്രേഡ് യൂണിയൻ ഇൻ ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതാണ്? ഹിസ്ട്രാഡഡ്. നാഷണൽ ലെവൽ ട്രേഡ് യൂണിയൻ ഇൻ ഇസ്രായേൽ ഹിസ്ട്രാഡഡ്. അത് എപ്പോഴാണ് വന്നത്? 1920-ലാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്? ടെല്ലവീവ്. ടെല്ലവീവാണ് ഹിസ്ട്രാഡഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് കഴിഞ്ഞ CSEB എക്സാമിന് ചോദിച്ചതാണ്. അടുത്തത് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർസ് സ്പ്രെഡ് ബൈ ഹിസ്ട്രാഡഡ്. ഏതാണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർസ് സ്പ്രെഡ് ബൈ ഹിസ്ട്രാഡഡ് എന്ന് പറയുന്നത്? ഹമാബി, ഹമാക്കസി. എൻ്റെ പേരുകളെല്ലാം മനസ്സിലിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇതെല്ലാം ഓർമ്മയിരിക്കുള്ളൂ കേട്ടോ. അടുത്തത് പാലസ്തീൻ വർക്കേഴ്സ് ഫണ്ട്. പാലസ്തീൻ വർക്കേഴ്സ് ഫണ്ട് ഏതാണ്? കപ്പായി. ഇത് എപ്പോഴാണ് വന്നത്? 1908-ലാണ്. പാലസ്തീൻ വർക്കേഴ്സ് ഫണ്ട് കപ്പായിയാണ് 1908-ലാണ് വന്നത്. അടുത്തത് കോപ്പറേറ്റീവ് സെൻട്രൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് കാൾഡ്. കോപ്പറേറ്റീവ് സെൻട്രൽ മാർക്കറ്റിംഗ് സൊസൈറ്റി അറിയപ്പെടുന്നത് ടുണുവ എന്നാണ് അറിയപ്പെടുന്നത്. ടുണുവ. അടുത്തത് പ്ലാങ്കറ്റ് ഫൗണ്ടേഷൻ. പ്ലാങ്കറ്റ് ഫൗണ്ടേഷൻ റിലേറ്റഡ് ടു എക്സ്പോർട്ട്. എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് പ്ലാങ്കറ്റ് ഫൗണ്ടേഷൻ. അടുത്തത് ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ആൻഡ് ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ് വാസ് പ്രിൻസിപ്പിൾ ഫോളോഡ് ബൈ കിബുട്സ്. കിബുട്സ് ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്തോന്ന്? ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ആൻഡ് ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്. കിബുട്സ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്. ഇത് നന്നായി പഠിക്കണം കേട്ടോ, ചിലപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് കിബുട്സ് ഫാമിംഗ് ഈസ് ഡൺ ബൈ റെന്റേഡ് ബേസിൽ. കിബുട്സ് ഫാമിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെന്റേഡ് ബേസ്, വാടക ബേസിലാണ്
കിബിഡ്സ് ഫാമിംഗ് എല്ലാം ചെയ്യുന്നത്. നെക്സ്റ്റ് കൺട്രി എന്ന് പറയുന്നത് കാനഡയാണ്. കാനഡ ഇസ്രായേലിൽ ഫേമസ് ഏതിനാണ്? അഗ്രികൾച്ചർ ഫാമിങ്ങിനാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ കാനഡ 1870 കോപ്പറേറ്റീവ് മൂവ്മെന്റ് കാനഡയിൽ സ്റ്റാർട്ട് ചെയ്തത്. കാനഡ ഫേമസ് ആയിട്ടുള്ളത് അഗ്രികൾച്ചർ കോർപ്പറേഷൻ ആണ്. കാനഡയിലെ ഫേമസ് ഫോർ അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ. അവരുടെ മെയിൻ ക്രോപ്സ് എന്ന് വെച്ചാൽ വീറ്റ് ആണ്. കാനഡയുടെ മെയിൻ ക്രോപ്സ് വീറ്റ് ആണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് ബൈ ഫാർമേഴ്സ്. കാനഡയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ഫാർമേഴ്സ് ആണ്. കാനഡയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1870 ഈ അഗ്രികൾച്ചറൽ കോർപ്പറേഷനാണ് കാനഡയിൽ ഫേമസ് ആയത്. അവരുടെ പ്രധാന ക്രോപ്സ് എന്ന് വെച്ചാൽ വീറ്റ് ആണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് ബൈ ഫാർമേഴ്സ് ആണ്. ഫാർമേഴ്സ് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഡോമിനന്റ് ഗ്രേഞ്ചസ് ഈസ് എ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാനഡ. കാനഡയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് എന്താന്ന്? ഡോമിനന്റ് ഗ്രേഞ്ചസ്. ഇതിൽ സ്പെല്ലിംഗ് ഒക്കെ പല ടെസ്റ്റുകളിലും പലതരത്തിൽ മാറ്റമുണ്ട് കേട്ടോ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ്? 1877. ഡോമിനന്റ് ഗ്രേഞ്ചസ് ഈസ് എ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാനഡ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1877. ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കാനഡ എന്ന് പറയുന്നത് അൽഫോൺസ് ഡി ജാർഡിൻസ് ആണ്. അൽഫോൺസ് ജി ഡജാർഡിൻസ് ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ കാനഡയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് മാർക്കറ്റ് അസോസിയേഷനെ പറയുന്നത് പൂൾസ് എന്നാണ്. കാനഡയുടെ കോപ്പറേറ്റീവ് മാർക്കറ്റ് അസോസിയേഷന്റെ പേരാണ് പൂൾസ്. ഒന്നുകൂടി നോക്കാം. ഡോമിനന്റ് ഗ്രേഞ്ചസ് ഈസ് എ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കാനഡ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1877. ഈ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കാനഡ എന്ന് പറയുന്നത് അൽഫോൺസ് ജെ ജാർഡിൻസ് ആണ്. അടുത്തത് കോപ്പറേറ്റീവ് മാർക്കറ്റ് അസോസിയേഷനെ അറിയപ്പെടുന്നത് പൂൾസ് എന്നാണ്. വീറ്റ് പൂൾ ഈസ് എ ബ്രാൻഡ് നെയിം ഓഫ് വീറ്റ് പ്രോഡക്റ്റ് ഇൻ കാനഡ. കാനഡയിലെ ഗോതമ്പ് ഉൽപ്പന്നങ്ങളുടെ ഒരു ബ്രാൻഡ് നെയിമാണ് എന്തോന്ന്? വീറ്റ് പൂൾ എന്ന് പറയുന്നത്. ഈ പൂൾ എന്ന് വെച്ചാൽ എന്താണ്? പൂൾ എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് മാർക്കറ്റ് അസോസിയേഷനെ പറയുന്നതാണ് പൂൾസുകളെന്ന്. അടുത്തത് ഫസ്റ്റ് വീറ്റ് പൂൾ അസോസിയേഷൻ വാസ് ഓർഗനൈസ്ഡ്. ഫസ്റ്റ് വീറ്റ് പൂൾ അസോസിയേഷൻ ഓർഗനൈസ് ചെയ്ത് എവിടെയാണ്? ആൽബർട്ടയിലാണ്. ആൽബർട്ടയിൽ 1923 വീറ്റ് പൂൾ അസോസിയേഷൻ ഓർഗനൈസ് ചെയ്തത്. ഇതിപ്പോൾ കേൾക്കുമെന്ന് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കനേഡിയൻ വീറ്റ് പൂൾ. കനേഡിയൻ വീറ്റ് പൂളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വിന്നിപ്പിഗിലാണ് കനേഡിയൻ വീറ്റ് പൂളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആദ്യം ഒന്നുകൂടി നോക്കാം. വീറ്റ് പൂൾ ഈസ് എ ബ്രാൻഡ് നെയിം ഓഫ് വീറ്റ് പ്രോഡക്റ്റ് ഇൻ കാനഡ. അടുത്തത് ഫസ്റ്റ് വീറ്റ് പൂൾ അസോസിയേഷൻ ഓർഗനൈസ്ഡ് ഇൻ ആൽബർട്ട. ആൽബർട്ടയിലാണ് ഫസ്റ്റ് വീറ്റ് പൂൾ അസോസിയേഷൻ വന്നത്. ഏത് ഇയർ ആണ്? 1923. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കനേഡിയൻ വീറ്റ് പൂൾ എവിടെയാണ്? വിന്നിപ്പിഗിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കനേഡിയൻ വീറ്റ് പൂൾ. അടുത്തത് പൂൾസ് ഈസ് ഓർഗനൈസ്ഡ് നോ പ്രോഫിറ്റ് നോ ലോസസ് ബേസിസ്. പൂൾ ഓർഗനൈസ് ചെയ്യുന്ന ഏത് ബേസിലാണ്? നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിലാണ്. വെസ്റ്റേൺ കോപ്പറേറ്റീവ് ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കാനഡയിലാണ്. അപ്പോൾ വെസ്റ്റേൺ കോപ്പറേറ്റീവ് ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ഡാഷ് എന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? കാനഡയാണ്. അടുത്തത് ഫസ്റ്റ് കോപ്പറേറ്റീവ് റിഫൈനറി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കാനഡ. എന്താ ഫസ്റ്റ് കോപ്പറേറ്റീവ് റിഫൈനറി എന്ന് വെച്ചാൽ മീൻസ് എന്താണ്? ഫാക്ടറി. എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയാണ്? കാനഡയിലാണ്. അടുത്ത നെക്സ്റ്റ് ഫസ്റ്റ് ഫിഷർമാൻ കോപ്പറേറ്റീവ് അസോസിയേഷൻ അറിയപ്പെടുന്ന ഏതാണ്? പ്രിൻസ് റിപ്പറ്റ് ഫിഷർമാൻ കോപ്പറേറ്റീവ് അസോസിയേഷൻ. അടുത്തത് നാഷണൽ ലെവൽ ഹൗസിംഗ് ഫെഡറേഷൻ ഇൻ കാനഡ ഏതാണ്? CHF എന്നാണ് അറിയപ്പെടുന്നത്. കനേഡിയൻ ഹൗസിംഗ് ഫെഡറേഷൻ ആണ് നാഷണൽ ലെവൽ ഹൗസിംഗ് ഫെഡറേഷൻ ഇൻ കാനഡ. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഈസ് റിലേറ്റഡ് ടു കാനഡ. കാനഡയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഇന്ത്യൻ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് യൂണിയൻ മൂവ്മെന്റ് ഇൻ കാനഡ ഫോർ സാലറി ഏണേഴ്സ്. ഈ ഫസ്റ്റ് ക്രെഡിറ്റ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്തത് സാലറി ഏണേഴ്സിന് വേണ്ടിയിട്ടാണ്.
The Organization of Protection of Consumer Right first organized in Canada. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ് റൈറ്റ് ഫസ്റ്റ് ഓർഗനൈസ് ചെയ്തത് കാനഡയിലാണ്. In 1906, first association known as Grain Growers Association was first Canada and registered in 1911. The Grain Growers Association എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് അസോസിയേഷൻ ആണ്. അത് ഡെവലപ്പ് ചെയ്തത് എന്നാണ് 1906 പക്ഷെ അത് രജിസ്റ്റർ ചെയ്തത് 1911 ഫസ്റ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ഓർഗനൈസ്ഡ് ഇൻ കാനഡ കൺസ്യൂമർ സൊസൈറ്റീസ്. കാനഡയിൽ ഓർഗനൈസ് ചെയ്ത ഫസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റിയാണ്. എന്നാൽ അഗ്രികൾച്ചറൽ കോർപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, കാനഡയാണ്. വീറ്റ് പൂൾ ഇൻ കാനഡ മാർക്കറ്റ് their product directly to the consumer through the central selling agency. Wheat pool in Canada market their produce directly to the consumer through the എങ്ങനെയാണ് കൺസ്യൂമറിന് ഡയറക്റ്റ്ലി കൊടുക്കുന്നത്? സെൻട്രൽ സെല്ലിംഗ് ഏജൻസി ആയിട്ടാണ്. In Canada, wheat pool is members in the local association of individuals ആണ്. കാനഡയിലെ വീറ്റ് പൂളിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ആൻസർ നിങ്ങൾ തന്നെ എന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാസി പോപ്പുലാരിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻസർ കനേഡിയൻ കോപ്പറേറ്റീവ് സെക്ടർ. കാസി പോപ്പുലാരിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് കനേഡിയൻ കോപ്പറേറ്റീവ് സെക്ടർ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഫസ്റ്റ് പൂൾസ് എസ്റ്റാബ്ലിഷ്ഡ്? ഇൻ വിച്ച് ഇയർ ഫസ്റ്റ് പൂൾസ് എസ്റ്റാബ്ലിഷ്ഡ്? ആൻസർ 1923. The first pool established ചെയ്തതാണ് 1923. The next question, wheat pools associated with the dash? Answer Canada. Wheat pools are associated with Canada. Question number 5, International Cooperative Development Foundation is related to? Answer Canada. International Cooperative Development Foundation is related to Canada. The next question, Canada cooperative movement more famous in dash sector? Answer agricultural. Canada cooperative movement more famous in agricultural sector. Question 7, which is a cooperative housing society in Canada? Answer CHF. And question number 8, who is the father of cooperative movement in Canada? Answer Alphonse D. Jarvis. So question number 9, revolving credit system is related to? Answer Canada. Revolving credit system is related to Canada. So question number 10, Canada cooperative movement originated as? Answer marketing societies. Canada cooperative movement originated as marketing societies. The next question, cooperative movement started Canada. Answer 1870. 1870 cooperative movement കാനഡയിൽ സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 1906 ഫസ്റ്റ് അസോസിയേഷൻ നോൺ ആസ് ഡാഷ് വാസ് എ ഫസ്റ്റ് ഇൻ കാനഡ ആൻഡ് ഇറ്റ് രജിസ്റ്റേർഡ് ഇൻ 1911. ആൻസർ ഗ്രെയിൻ ഗ്രോവേഴ്സ് അസോസിയേഷൻ.